അപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പുതിയ സിനിമയായ കാരം കണ്ടു. സത്യം പറയാലോ, പടം ഒട്ടും വർക്കായില്ല. പടം പക്കാ ബോറ് പടം. വളരെ അമച്ചറിഷ് ആയിട്ടുള്ളൊരു മേക്കിംഗ്, ഡയലോഗ്സ്, അഭിനയം ഒന്നും ശരിയായിട്ടില്ല. പടം നല്ല പൂതറയുണ്ട്. അതിനു മുന്നേ നമ്മുടെ തിരക്ക് ശേഷം വിനീത് ഇതേപോലെ ഒരു ത്രില്ലറായിട്ടുള്ളൊരു പടം എടുക്കുന്നതാണ്. പുള്ളിയെ കൊണ്ട് ഇത് പറ്റില്ല. അതാണ് സംഭവം. പുള്ളിയെ കൊണ്ട് എടുത്താൽ പോകാത്തൊരു സാധനമാണ് ഇത്. ഈ ഒരു ജോണർ എന്ന് മനസ്സിലായിട്ടുണ്ട്. തിര വലിയ കുഴപ്പമുണ്ടായില്ല. അതിൽ ഈ ആ ഒരു കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ ഒരു രക്ഷയില്ല. ആ ഒരു ഏറ്റവും വേഴ്സ്റ്റ് ലെവലിലാണ് ഈ പടത്തിൽ നിൽക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും വീക്ക്നെസ് നന്നായിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആകെ കൊള്ളാന്ന് പറയുന്നത് മറ്റേ സിനിമാറ്റോഗ്രാഫി ജോമോൻറ്റി ജോൺ ചെയ്തേക്കുന്ന സിനിമാറ്റോഗ്രാഫി വലിയ കുഴപ്പമില്ല. മ്യൂസിക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാൻ എന്തൊക്കെയാണോ ചെയ്ത് വെച്ചേക്കണത്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ ഒന്നും കൊള്ളൂല, ഒട്ടും പോരാ. ഇത് ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ചെയ്തെടുത്തൊക്കെ ഇങ്ങനെ നമ്മുടെ തട്ടത്തിൻ മറയത്തും മലർവാടിയൊക്കെ എടുത്ത് കഴിഞ്ഞ സിനിമ ഷോ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ക്ലിക്കാവാഞ്ഞ സിനിമ, ഒട്ടും ക്ലിക്കാവാഞ്ഞ പടം. ഈ വിനീത് ശ്രീനിവാസ് ഇത് ഈ നല്ല നല്ല സിനിമകളൊക്കെ എടുത്ത് ഈ വിനീത് ശ്രീനിവാസ് ഇങ്ങനത്തെ ഒരു എന്തിനാണ് ഇത് പുള്ളി ചെയ്ത് വെച്ചേക്കണെന്ന് ഒരു ഐഡിയ കിട്ടണം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മലർവാടി ആർട്സ് ക്ലബ്ബ്, തട്ടത്തിൻ മറയത്ത്, ജേക്കബിന്റെ സ്വർഗരാജ്യം, അതൊക്കെ എന്നാ കിടലം പടങ്ങളായിരുന്നു. ആ സിനിമ എടുത്തുള്ളി ഞാൻ പറയല വർക്കാവാത്ത സിനിമകളാണ് ഈ ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം. കഴിഞ്ഞൊരു 3 സിനിമയായിട്ട് വിനീതിന്റെ കാലിബർ തന്നെ പോയോന്നൊരു സംശയമുണ്ട്. പുള്ളിയുടെ ആ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഹൃദയം വർക്കായിട്ടില്ല. ആ ക്രിഞ്ചിന്റെ അങ്ങേ അറ്റമാണ് ഹൃദയമൊക്കെ. വർഷങ്ങൾക്ക് ശേഷം കുറച്ചേരം കണ്ടൊക്കെ ആയിരിക്കാം. എനിക്കാകെ ഇഷ്ടമായ നിവിൻപോളിയുടെ സീനാണ്. ഈ സിനിമ കാരം ഒരു രക്ഷയില്ല. കാട്ട വരാതെ എന്ന് പറഞ്ഞാൽ കാട്ട വരാതെ. ഈ സിനിമയിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആരഞ്ചും പൊടിച്ചും ഒരു 100 കണക്കിന് ക്യാരക്ടേഴ്സും എന്താണ്ടൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതാ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഇതിന്റെ ഈ കഥ എഴുതിയേക്കുന്നവൻ തന്നെയാണ് ഇത് അഭിനയിച്ചേക്കുന്നത്. നോബൽ ബാബു തോമസ് എന്ന് പറയുന്ന വിനീതിന്റെ ഏതോ വലിയ ഫ്രണ്ടൊക്കെയാണ്. എൻ്റെ പൊന്നാണ്, എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചേക്കണേ. അതായത് നമ്മുടെ ഈ ജോൺ വിക്കും നമ്മുടെ ടേക്കൺ, ബോൺ ഐഡന്റിറ്റി പോലത്തെ സിനിമയൊക്കെ പുള്ളി കണ്ട് ഇൻസ്പയർ ആയിട്ട് എഴുതിയേക്കണമെന്ന് തോന്നുന്നു. അതൊക്കെ തന്നെ സംഭവം. അതെല്ലാം അതുപോലെ തന്നെ ആക്ഷൻ ആയാലും അതിൻ്റെ ക്യാരക്ടറിന്റെ ഒരു മൂവ്മെന്റും സ്വാഗും എല്ലാം ഈ ബോൺ ഐഡന്റിറ്റി ആ സിനിമയുടെ ഒരു കോപ്പി പേസ്റ്റ് എന്ന് തന്നെ പറയാം. ടേക്കൺ, ബോൺ ഐഡന്റിറ്റി, ജോൺ വിക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ളൊരു വല്ലാത്തൊരു ഊളപ്പടം തന്നെയാണ് നമ്മുടെ കരം. ഈ നോബിൾ ബാബു തോമസ് പൊന്നെണ്ണ പണിപ്പാളി ഇരിക്കുകയാണ്. ഒട്ടും കൊള്ളൂല. അഭിനയം കൊള്ളൂല. റൈറ്റിംഗ് അതിന്റെ അമ്പരം മോശം. പുള്ളി എന്ത് കണ്ടിട്ടാണോ എഴുതി വെച്ചേക്കണത്. ഒരു ദേവ് മഹേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ഒരു ക്യാരക്ടറിനൊക്കെയാണ് പുള്ളി ഇതിൽ പ്ലേ ചെയ്യണത്. പുള്ളിയുടെ അഭിനയം കൊള്ളിയേയില്ല. വളരെ മോശം. അഭിനയിക്കാൻ അറിയില്ല. ഒന്ന് ലിപ് മൂവ്മെന്റ്, ഡയലോഗ് ഡെലിവറി ഒക്കെ ആരിഞ്ചം പൂരിഞ്ചം അലമ്പ്. അതിനേക്കാളും അലമ്പാണ് ഇമോഷണൽ ആയിട്ടൊക്കെ അഭിനയിക്കാൻ നോക്കുന്ന സീനൊക്കെ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല അലമ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആശാൻ ഉണ്ട് ഇതിൽ. ആശാൻ ഒരു വില്ലനായിട്ടാണ്. പുള്ളി മാത്രമാണ് ഇച്ചിരി മെച്ചമായിട്ട് അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. പുള്ളിയുടെ അഭിനയം കുഴപ്പമില്ല. ബാക്കി എല്ലാവരുടെയും ഒരു അഭിനയം ഇതിലെ ഒരു എനിക്കറിയില്ല, വല്ലാത്തൊരു സ്കെയിലാണ് എല്ലാവരും അഭിനയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോമഡി പരിപാടിയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. എല്ലാ ഈ എന്താ പറയുക, ഒരു സ്പൂഫ് പോലത്തെ ഒരു മൂവി, എന്തോ ഒരു സ്പൂഫ് പടം പോലെ എടുത്ത് വെച്ചേക്കണത്. വല്ലാണ്ടൊരു എക്സാജറേറ്റഡ് കോമഡി ഒക്കെയാണ് ഇതിൽ സിനിമയിൽ. അപ്പോൾ അതിൽ കമാൻഡർ ദേവിനോട് പറയുന്ന ഡയലോഗ് കേട്ടോ, നിന്റെ മണ്ടത്തരം കാരണം മിസ്സായത് ആരാണെന്ന് അറിയോ? ഉമൈദ് ബിൻ ഷാബ്, ദ മോസ്റ്റ് വാണ്ടഡ് മിലിറ്റന്റ്. ഇതൊക്കെയാണ് ഇങ്ങനെ എഴുതി വെച്ചേക്കണത്. നിന്റെ മണ്ടത്തരം കാരണം എന്നൊക്കെ പറയും. എന്ത് ഡയലോഗ് ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണ് ഡയലോഗ് എഴുതണത്. പിന്നെ തീവ്രവാദികൾ 100 വെടിയൊക്കെ ഉണ്ട് ഇവന്മാരുടെ ട്രക്കിലോട്ട്. ഈ ദേവും കമാൻഡർ ഒറ്റ വെടിയും കൊള്ളില്ല. ഒറ്റ വെടി അവിടെ സൈഡിലൂടെ എല്ലാം കൂടെ വണ്ടിയുടെ സൈഡിൽ കൂടെ ഒക്കെ പോയി വേറെ എവിടെയാണ്ടൊക്കെയോ ആകാശത്തോട്ടൊക്കെ പോകുന്നുണ്ട്. ഇവന്മാര് ഈ ദേവും കമാൻഡറും ഇടയ്ക്കിടയ്ക്ക് ഒരു പിസ്റ്റൾ വെച്ച് ഇടയ്ക്ക് ഒന്ന് തിരിച്ചു വെടിയൊക്കെ ഉണ്ട്. നേരെ തീവ്രവാദി തലയിൽ ഹെഡ് ഷോട്ട്. തീവ്രവാദി പക്ക ഹെഡ് ഷോട്ട് അടിച്ച് ചത്തു വീഴുന്നുണ്ട്. എന്ത് ലോജിക്കാണ് ഇവിടെ? നമ്മൾ ഏത് കാലത്തെ സിനിമയിൽ കണ്ട് തീർന്നു ഇതൊക്കെ? 10, 15, 20 കൊല്ലം മുന്നത്തെ സിനിമയുടെ ലോജിക്കും കൊണ്ട് ഇപ്പോഴും ഇരിക്കണം. അത് പിന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ പഴയ ഒരു മേക്കിംഗ് ഒക്കെയാണ് ഇതിൽ. വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അവിടെയൊക്കെ എന്തൊരു വല്ലാത്തൊരു മെസ്സേജിങ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അതായത് കുട്ടികളോട് പറയാണ്, അതായത് ഇറ്റ് ഇസ് ഓക്കെ ടു ആക്ട് ഡംപ് ടു ലിവ് ഇൻ അവർ വേൾഡ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പൊട്ടനായിട്ടൊക്കെ അഭിനയിക്കാന്നൊക്കെ. എന്താണിത്? എന്ത് മെസ്സേജാണിത്? കുട്ടികളോട് പൊട്ടനായിട്ടൊക്കെ അഭിനയിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ. എന്ത് എന്ത് കോപ്പിലെ മെസ്സേജ് ഇത്? അത് കഴിഞ്ഞിട്ട് മനോജ് കെ ജയന്റെ ഇൻട്രോ കയറുന്നുണ്ട്. നല്ല അലമ്പായി. മനോജ് കെ ജയൻ പക്ക അലമ്പ് ഇതിൽ. എന്റെ പൊന്നെണ്ണ ഇത്രയും നാളുകൾക്കുള്ളിൽ കണ്ടു വെച്ച ഏറ്റവും അലമ്പ് അഭിനയം.
അങ്ങനെ മനോജ് കെ ജയൻ ഇവന്റെ അച്ഛനായിട്ടൊക്കെയാണ് ഇവർ ഡിന്നർ ടേബിളിലൊക്കെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സീന്. ഇവൻ അച്ഛനുമായിട്ട് ഇവൻ കസർത്ത് കയറാണ്. അച്ഛൻ എന്താണ്ടോ പറയുന്നത്, ഇവൻ മയിരെന്ന് പറയുന്നതിന് ഒരു തൈര് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പിന്നെ തൈര് തൈര് താന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പുറം ഇരിക്കുന്ന തൈരൊക്കെ എടുത്തു കൊടുക്കുന്നു. എന്തോ ഇത്, ഇതാണ് സിനിമ. സിനിമ മൊത്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ലോജിക്കിൽ ഓടുന്ന ഓരോ കോയിൻസിഡൻസുകളാട്ടോ. ഈ ഡേവ് വന്നിരിക്കുന്ന ബാറിൽ തന്നെ സന വരുന്നു. അതാ ദിവസം തന്നെയാണ് ഇവൻ മറ്റേ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം ഒരുമിച്ചാട്ടോ എല്ലാം സംഭവിക്കണം. ജോണി ആന്റണിയാണ് ഈ സനയുടെ അച്ഛനായിട്ടൊക്കെ വന്നത്. പുള്ളിയൊക്കെ വന്ന് കഷ്ടപ്പെട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒത്തില്ല, ഒന്നും അങ്ങ് സെറ്റ് ആയിട്ടില്ല. പുള്ളി ഇവനോട് നീ എൻ്റെ മോളൊക്കൊന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. പിന്നെ ഏതോ യൂറോപ്യൻ രാജ്യത്ത് ലെനാർക്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഏതോ ഒരു വേശ്യാലയത്തിൽ വന്ന് നോക്കിയപ്പോൾ ദേ നിൽക്കണ സന. അടുത്ത കോയിൻസിഡൻസ് ആട്ടോ. എന്നാ ലോജിക്കാ വന്ന കിട്ടില്ല, ലോജിക്കാ പടം. ദേ നിൽക്കണം വീണ്ടും സന. അങ്ങനെ ഇവർ വീണ്ടും ഇവർ വീണ്ടും കണ്ടുമുട്ടാണ്. പിന്നെ വീണ്ടും സനയുടെ ഫ്ലാഷ് ബാക്ക്. പെണ്ണ് വന്ന് ഇവളോട് ഒരു ഫോം ഫില്ല് ചെയ്തതാ, മറ്റേ എന്തോ ദാനത്തിനുള്ള ഫോം എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി അപേക്ഷിക്കണം. അങ്ങനെ ഇവള് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സന ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. നെയിം, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇത് മൂന്നും ചോദിക്കുന്നത് ഇവള് അതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ മെസ്സേജ്. ആർക്കും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കരുത്. നിങ്ങളുടെ പേര്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ആർക്കും കൊടുക്കരുത്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. നിങ്ങളെ സെക്സ് റാക്കറ്റ് പിടിക്കും. സുഹൃത്ത് മാമ സനേനെ റേപ്പ് ചെയ്യണ സീനൊക്കെ ഉണ്ട്. മര്യാദയ്ക്ക് അത് കുറച്ച് എവിടേക്കോ ഐഡിയാസ് ഉണ്ട്, പക്ഷെ ഒട്ടും മെയിനായിട്ട് വന്നിട്ടില്ല സിനിമയിൽ. ഈ വിനീത് ശ്രീനിവാസനെ ഈ നമ്മുടെ ഫീൽ ഗുഡ് മൂവീസ് മാറി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഈ മറ്റേ തിരയിലും അതെ ഇതേപോലെ നല്ല കുറെ കോൺസെപ്റ്റും കുറെ സീനൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങ് ക്ലിക്കായില്ല, അതങ്ങ് സെറ്റായില്ല. പക്ഷെ തീരെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ശോഭനയുടെ അഭിനയമൊക്കെ നല്ല അത്യാവശ്യമെങ്കിലും കണ്ടിരിക്കുകയായിരുന്നു. അതിൽ ധ്യാൻ അത്ര പോരാ, എന്നാലും ശോഭനയുടെ ആ ഒരു തിരിച്ചുവരവൊക്കെ ആയിരുന്നല്ലോ, കുറേ നാൾക്ക് ശേഷമുള്ളൊരു തിരിച്ചുവരവ് എന്നുള്ള ഒരു സിനിമയൊക്കെയാണ്. അതുകൊണ്ട് എനിക്കെന്താ തീരെ കുറച്ച് ക്ലിക്കായിരുന്നു. അത്രയ്ക്കങ്ങ് ഇഷ്ടമൊന്നും ആയില്ലെങ്കിലും കുറച്ച് ക്ലിക്കായിരുന്നു. പക്ഷെ ഈ സിനിമ ഒരു രക്ഷയില്ല, ഒരു തരത്തിൽ ഈ സിനിമ ക്ലിക്കാവൂല. മെയിൻ വില്ലൻ നമ്മുടെ ആശാനാണ്. ആശാൻ ഒരു റഷ്യൻ മോൺസ്റ്റർ പോലത്തെ ഒരു ഭയങ്കര കൊടൂര വില്ലനൊക്കെ ആയിട്ടാണ് ഇതിൽ വിക്ടിംസിനൊക്കെ ഈ ബഫല്ലോ ടങ്കൊക്കെ കൊടുത്ത് ആണ് കൊല്ലുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ബാബുരാജ്, അടുത്ത വെറുപ്പിയിൽ. ഒരു രക്ഷയില്ല, ഇമാതിരി അലമ്പ അഭിനയം. ബാബുരാജിന്റെ ഏറ്റവും അലമ്പ അഭിനയം ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച്. പിന്നെ ഇതാ വരുന്ന സീനിലാണ് കലാഭവൻ ഷാജോനൊക്കെ വരുന്നുണ്ട്. കലാഭവൻ ഷാജോനോട് ഇവൻ നമ്മുടെ ഡേവ് കാര്യമൊക്കെ പറയും. ഡേവ് കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും പുള്ളി ഇവൻ്റെ കൂടെ കൂടുന്നു. എൻ്റെ പൊന്നലെ അതിനിടയിലൊരു സീനുണ്ടായി. അതിനിടയിലാണ് നമ്മുടെ അവിടെ ഈ വേശ്യാലയത്തിലെ ഒരു ഗാർഡ് സാഹിബിനോട് ഇവൻ പറയുന്നത്, ഗാർഡ് സാഹിബിന് വയ്യ, അപ്പോൾ ഡോക്ടറായിട്ടാണല്ലോ എന്നൊക്കെ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ചോദിക്കുന്നു. അപ്പോൾ ഇവൻ ഡോളോ 650 ഒക്കെ എടുത്ത് കൊടുക്കുന്നു. എന്തോ ആഡ് ചെയ്ത് ഡോളോ 650 ഒക്കെ വെച്ച് കോമഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എന്നാ റൈറ്റിംഗ് ആണ്, കൊടൂര റൈറ്റിംഗ് ആണ് കേട്ടോ. അതിനപ്പുറത്തെ ഡയറക്ഷനാണ്. ഡോളോ 650 ഒക്കെ എടുത്തു കൊടുത്ത് സായിപ്പ് ഡേവിനോട് യു ആർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവൻ അച്ഛനെ വിളിക്കുന്നു, അതായത് നമ്മുടെ മനോജ് കെ ജയനെ ആദ്യമായിട്ട് അച്ഛനൊക്കെ വിളിക്കുമ്പോഴേക്കും മനോജ് കെ ജയൻ നീ കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കോമഡിയൊക്കെയാണ്. നീ കുടിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് നീ എന്നെ അച്ഛാന്ന് വിളിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഉണ്ട്. അങ്ങനെ അത് പിന്നെ ഇവൻ ഡേവ് അച്ഛനോട് അച്ഛൻ എനിക്ക് സഹായം വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും മനോജ് കെ ജയൻ മുണ്ടൊക്കെ മടക്കി മാസൊക്കെ കാണിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഒന്നും ഒത്തിട്ടില്ല, നല്ല അലമ്പുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ശ്വേതാ മേനോന്റെ ഇൻട്രോ ആസ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒക്കെയാണ്. നല്ല റെഡ് സാരിയൊക്കെ കൊടുത്തൊക്കെയാണ് ഇരിക്കുന്നത് ശ്വേതാ മേനോൻ. അപ്പോൾ ശ്വേതാ മേനോന്റെ ഇൻട്രോ ഒക്കെ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ. മൈ ഫുട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് പുള്ളിക്കാരി ഡയലോഗൊക്കെ. ഒരു രക്ഷയില്ലാത്ത മാതിരി സെറ്റപ്പാണ്. ശ്വേതാ മേനോൻ നല്ല വൃത്തിക്ക് ആലമ്പാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ആലമ്പ അഭിനയം. ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ എനിക്കായ നമ്മുടെ ആശാന്റെ അഭിനയം വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. ആശാന്റെ അഭിനയം കുഴപ്പമില്ല. ബാക്കി ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചേക്കുന്ന എല്ലാവരും നല്ല അലമ്പായിട്ട് തന്നെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പറയാണ്ട് വയ്യ. ഒരു രക്ഷയില്ല. സനയായിട്ട് അഭിനയിച്ച ഓഡ്രി മിറിയം എന്ന് പറയുന്ന പെണ്ണ്, എൻ്റെ ദൈവം എന്നാ ഓവർ ആക്ടിങ്. അവർക്ക് അറിയണ സീനൊക്കെ ഒരു രക്ഷയില്ല, നല്ല ഓവർ ആക്ട് ചെയ്ത് ചാളമാക്കി വെച്ചിട്ടുണ്ട്. നല്ല അലമ്പുണ്ട്. നമ്മുടെ ബാബുരാജും ഒരു ശിങ്കിടി വില്ലൻ സാഹിബിന്റെ ശിങ്കിടി വില്ലൻ സാഹിബിന്റെ പേരാ പുട്ടിൻ എന്നാണ് ശിങ്കിടി വില്ലൻ സാഹിബിന്റെ പേര്. ബാബുരാജ് ഈ പുട്ടിന് ഒരു കപ്പ് കൊടുത്തിട്ട് ഇതെവിടെയെങ്കിലും ഇടാനൊക്കെ പറയുന്നുണ്ട്. അതായത് പുട്ടിറ്റ് സംവെയർ, ഇതാണ് ഡയലോഗ്. പുട്ടിറ്റ് സംവെയർ എന്നുള്ള ഡയലോഗൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറാണ്. ഇതൊന്നുമല്ല വരാതിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭീകര സീനൊക്കെ ഉണ്ട്, ഒരു അടിപൊളി സീനാണ്. അപ്പോൾ ഇവരുടെ ഹോട്ടൽ റൂം തപ്പിയാണ് ഇവർ വരുന്നത്. അവിടെ ഡേവിന്റെ ഭാര്യയും കൊച്ചും ഉണ്ട്, ചെക്കനും ഉണ്ട്. അപ്പോൾ ഇവർ ബാബുരാജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിളിച്ചൊക്കെ ഇരിക്കുന്ന സീനാണ്. ഇവർ ജസ്റ്റിന് രക്ഷപ്പെടാൻ പോണു.
പക്ഷെ നമ്മൾ സീനിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ബാബുരാജും പുട്ടിനും ബാക്ക്ഗ്രൗണ്ടിൽ അത് നല്ലൊരു ഭീകര ഫ്രെയിമായിരുന്നു, നല്ലൊരു സീനായിരുന്നു. അത് ഒരു കോമഡി പീസാക്കി അത് കോളാക്കിയിട്ടുണ്ട്. നല്ല അലമ്പാക്കി. അത് ഡേവിൻ്റെ ഭാര്യയും മോനും തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ ബാബുരാജും നമ്മുടെ പുട്ടിനും. ബാബുരാജ് കൊച്ചിനോട് ഫാദറിൻ്റെ വാട്ട് ഇസ് യുവർ ഫാദേഴ്സ് നെയിം എന്നൊക്കെ പറയും. അപ്പോൾ കൊച്ച് ജബ 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 എന്നൊക്കെ. എൻ്റെ അളിയ ഞാൻ ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു. എന്ത് സീനാണത്. ജബ ജബ എന്നൊക്കെ കൊച്ച് ഇങ്ങനെ ഇങ്ങനെ എഴുതി വെച്ചേക്കണം. ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് സിനിമയാക്കിയവർ സമ്മതിക്കണം കേട്ടോ. ജബ ജബ എന്നൊക്കെ പറയുന്നത് എന്തൊരു കോമഡി ഒക്കെ ആയിട്ട് കോളാക്കിയ സീൻ. അപ്പോൾ ബാബുരാജ് പറഞ്ഞു അയ്യോ സെൻറ്റിയൊക്കെ ആയിട്ട് ആപ്പിളൊക്കെ ചക്കന് കൊടുത്തിട്ട് ഓക്കെ നിങ്ങൾ നോക്കാന്നൊക്കെ പറയാൻ വിടണ്. ഇതാണ് സീൻ. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവള് എൻ്റെ ഭാര്യ പറഞ്ഞു മോനെ അത് സ്മാർട്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെക്കൻ പറഞ്ഞു നോ നോട്ട് സ്മാർട്ട്, ഇറ്റ് ഈസ് ഓക്കെ ടു ആക്ട് ഡംബ് എന്നൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ ഇവൻ്റെ അപ്പനോട് മറ്റേ ഡേവിനോട് അവൻ്റെ അമ്മ പറഞ്ഞത് ഡേവ് മോനെ പഠിപ്പിച്ചു കൊടുത്തേക്ക, അതായത് സ്മാർട്ടാവണ്ട പൊട്ടനായിട്ട് അഭിനയിച്ചാൽ മതി എന്നൊക്കെ. അതാണ് ജബ 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 എന്നൊക്കെ. പക്ഷെ എൻ്റെ അണ്ണ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ വരുന്ന ഒരു അടുത്ത കിടിലൻ സീനാണ് ഷാജോൻ്റെ ഫ്ലാറ്റിൽ വില്ലന്മാർ രണ്ട് സായിപ്പന്മാർ വന്ന് ചെക്ക് ചെയ്യണു. അപ്പോൾ പേര് ചോദിക്കുമ്പോൾ രജനീകാന്ത് എന്നൊക്കെ പറയണം കലാഭവൻ ഷാജോൻ. രജനീകാന്ത് എന്നൊക്കെ. അപ്പോൾ കൂടെ നിൽക്കുന്ന സായിപ്പ് പറഞ്ഞു ഈ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ. ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയാണെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ രജനീകാന്ത് എന്നുള്ളത് ഇവന്മാരി പറഞ്ഞ പേരാ. എൻ്റെ ശരിക്കുള്ള കഥാപാത്രത്തിൻ്റെ ഒരു കമൽ എന്നാണ്. കമൽഹാസൻ. കമൽഹാസൻ അല്ല, ഇതിൽ ക്യാരക്ടറിൻ്റെ ഒരു കമൽ മുഹമ്മദ് എന്നങ്ങാണ്ട്. അപ്പോൾ ഇതിൽ കമൽഹാസനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു കോമഡിക്ക് വേണ്ടിയാണിത്. അതാണ് സംഭവം, അതിനുള്ള ബിൽഡപ്പാണിത്. അപ്പോൾ നമ്മുടെ വില്ലൻ കലാഭവൻ ഷാജോനോട് പറഞ്ഞു രജനീകാന്ത് ഇഫ് യു സീ കമൽ കോൾ ദിസ് നമ്പർ. ഇതാണ് കോമഡി. ഇതിനു വേണ്ടിയാണ് പേരും ഇത്ര ഒരു സീനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഓക്കെ രജനീകാന്ത് ഇഫ് യു സീ കമൽ കോൾ ദിസ് നമ്പർ. അങ്ങനെയുണ്ട്. അടുത്ത കിടിലൻ സീൻ ഏതാ, ഡേവ് സാഹിബിനോട് ഓടാ മൈരേ എന്ന് പറഞ്ഞു. ഓടാ മൈരേ, വാട്ട് ഇസ് മൈരേ എന്നൊക്കെ പുട്ടിൻ ചോദിക്കുമ്പോൾ ബാബുരാജ് മൈ റേ ഓഫ് സൺഷൈൻ, മൈ റേ ഓഫ് സൺഷൈൻ എന്നൊക്കെ. എന്തോന്നുണ്ട് ഇത് മൈ റേ ഓഫ് സൺഷൈൻ എന്തോ. ബാബുരാജ് ഡേവിനെ കാർ ചേസ് ചെയ്യണു പോകുന്നതിനിടയിലൂടെ ഡയലോഗ് ദിസ് ഇസ് എ ബ്ലഡി കാർ ചേസ് യുനോ. ബാബുരാജ് പറയുന്നത് ദിസ് ഇസ് എ ബ്ലഡി കാർ ചേസ്, ബ്ലഡി ഡേവ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അളിയ എന്താ ഈ പണി വെച്ചേക്കണേ, എന്താണ് ഈ ഉണ്ടാക്കി വെച്ചേക്കണേ ഇവര്. ഇതാണ് സംഭവം. ഓക്കെ, ഇത് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടാണ്ടല്ലോ പെറ്റ തള്ള തയ്ക്കില്ല കേട്ടോ, സത്യം പറയാലോ, പെറ്റ തള്ള തയ്ക്കില്ല. നല്ല അലമ്പയുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് സിനിമയുടെ ഒരു ഏകദേശ അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ നോബിള് ബാബു തോമസ് നമ്മുടെ ബോൺ ലെഗസി, ടേക്കൺ, ജോൺ വിക്ക് ഒക്കെ കണ്ട് അതേ മോഡലൊരു സിനിമ എടുക്കണം എന്നൊക്കെ ആർത്തി മൂത്ത് പ്രാന്തായി പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ പുള്ളി എന്നെ എഴുതി, പുള്ളി എന്നെ അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇരുന്നെന്ന് തോന്നുന്നു, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു. പക്ഷേ വിനീത് പിന്നെ അത് നൈസായിട്ട് എടുത്ത് ഓടി ചെന്ന് പണി മേടിച്ച്. ഇത്രയും പറയാനുള്ളൂ. ഒരു ഗുണവും ഇല്ലാത്ത ഒരു സിനിമ. നമ്മുടെ ജോർജിയയിലൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്തത്, പക്ഷെ ഒരു മെച്ചമില്ല. മ്യൂസിക്കും കൊള്ളൂല, ഒന്നും കൊള്ളൂല. എഡിറ്റിങ് വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ വേണേ. പിന്നെ സിനിമ 2 മണിക്കൂറിനുള്ളിൽ തീർത്തിട്ടുണ്ട്. അത് മാത്രമാണ് ഒരു ഏക ആശ്വാസം എന്ന് പറയാനുള്ളത്. ഒരു 2.5-3 മണിക്കൂറൊന്നും ആക്കിയിട്ടില്ല. സിനിമ ഒരു 2 മണിക്കൂറിൽ തന്നെ തീർത്തിട്ടുണ്ട്. 2 മണിക്കൂറും 15 മിനിറ്റും കണ്ടും കൂടി ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ആശാൻ കൊള്ളാം, ആശാൻ മാത്രം കൊള്ളാം ഇതിൽ. ബാക്കി എല്ലാവരും എൻ്റെ അമ്മോ, മറ്റേ ഇവൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച രേഷ്മ സെബാസ്റ്റ്യൻ, മനോജ് കെ ജയൻ, ബാബുരാജ് അസഹനീയം, കലാഭവൻ ഷാജോൺ, വിഷ്ണു ജി വാര്യർ എന്ന് പറയുകയാണ് ബാറ്റോ ആണ് നമ്മുടെ ഏതാ ഞെരുപ്പൻ മാമൻ, നമ്മുടെ സനേനെ റേപ്പ് ചെയ്യണൊക്കെ സുഹൃത്തെ എന്നൊക്കെ വിളിച്ച് വിഷ്ണു ജി വാര്യർ നല്ല അലമ്പയുണ്ട്. പിന്നെ ജോണി ആൻ്റണി ഈ സനയുടെ അച്ഛനായിട്ട്, ശ്വേതാ മേനോൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററൊക്കെ ആയിട്ട്, നന്ദിത കൊള്ളേയില്ല, നല്ല അലമ്പ. എല്ലാവരും നല്ല അലമ്പായിട്ട് വേർപ്പിച്ച് തന്നെ അഭിനയിച്ചു പോയിട്ടുണ്ട്. വെറുതെ പടംമൂഞ്ചി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ കുറേ മൈരേ ജോക്സ്, മറ്റെന്തോ ഡോളോ 650, രജനീകാന്ത്, കമൽ എന്നൊക്കെ പറഞ്ഞ് എന്ത് കുന്താണോ ഇവർ എഴുതി വെച്ചേക്കണം. ഒരു ഐഡിയ അല്ല കേട്ടോ. നല്ല അമച്ചറിഷായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അമച്ചറിഷായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അമച്ചറിഷായിട്ട് തന്നെ എഴുത്തും വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒട്ടും പോരാ സിനിമ, തീരെ മോശം. വിനീത് ശ്രീനിവാസൻ്റെ ഇതുവരെ ഉള്ളത് വെച്ച് ഏറ്റവും മോശം പടം പുള്ളിയുടെ കരിയറിൽ. അപ്പം ഞാൻ മാക്സിമം ഒരു 1 out of 10 ഇത്രയും കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ അറ്റംപ്റ്റും മോശം സിനിമയൊന്നും ഇനി പടം പോരാ, ഒട്ടും പോരാ. ഞാൻ പറയാം, നിങ്ങളുടെ പൈസ കളയണ്ട, തിയേറ്ററിൽ പോയി കാണാനുള്ളതൊന്നുമില്ല. OTT-ലും വരുമ്പോൾ കാണാൻ കൊള്ളാം. അത് 1 ടൈം വാച്ചൊക്കെ തന്നെ പാട്. പിന്നെ എനിക്ക് തീരെ സിനിമ വർക്ക് ചെയ്തില്ല, ഞാൻ ഒരിക്കലും കാണാനും പോകണില്ല.
അപ്പോൾ അതാണ് വിനീത് ശ്രീനിവാസന്റെ കരം. എൻ്റെ പൊന്നണ്ണ, ഇനി ഇങ്ങനത്തെ പടം കൊണ്ടൊന്നും വരരുത് പ്ലീസ്, ഒരു അപേക്ഷയാണ്.